സർക്കാരും ഭരണകക്ഷിയായ CPM-ഉം അവതരിപ്പിക്കുന്ന പുതിയ കാലത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് വേടൻ അദ്ദേഹത്തിൻ്റെ ചില ചെയ്തികളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഇരകൾ തന്നെ വെളിപ്പെടുത്തൽ നടത്തുകയാണ്. അപ്പോൾ ഇനി വേടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. വേടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകണം. കാരണം വേടൻ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. വേടൻ്റെ പാട്ടുകളിലുള്ള ഒരു എന്താ പറയുക, ഒരു നന്മയും സ്നേഹവും ഒന്നും വേടൻ്റെ ജീവിതത്തിൽ വേടൻ കാണിക്കാറില്ല എന്നുള്ളതാണ്. അതായത് ഈ സ്ത്രീകളെ ഏതൊക്കെ എന്താ പറയുക, ഏതൊക്കെ വൈകൃതം എന്താ പറയുക, ലൈംഗിക അടിമകളെന്ന് പറയില്ലേ, ആ രീതിയിൽ സ്ത്രീകളെ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഒരു ഹോബി എന്ന് പറയുന്നത്. ഏത് രീതിയിലും തനിക്ക് സുഖം കിട്ടുക, അതിലപ്പുറം ഇരകളെ എങ്ങനെയും വേദനിപ്പിച്ച് അതിൽ സുഖം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ വേടൻ എന്ന് പറയുന്ന ഈ കാടൻ്റെ ഏർപ്പാട് എന്ന് പറയുന്നത്. ഇവനെയൊക്കെ കാടൻ എന്ന് വേണം വിളിക്കാൻ. കാരണം മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ല. ഇവൻ്റെ പാട്ടുകളിൽ മാത്രമേ മനുഷ്യത്വമുള്ളൂ. ഇവൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്കോ അവൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പ്രവർത്തികൾക്കോ അതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPM എടുത്ത് പൊക്കി ഇവനെ ഭയങ്കര സംഭവമാക്കി കാണിച്ചത് BJP-ക്കെതിരായി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരായൊക്കെ ഇവൻ സംസാരിക്കുന്നു, ഇവൻ പാട്ടുകൾ ഉണ്ടാക്കുന്നു, ഇവൻ വർത്തമാനം പറയുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് CPM ഇവനെ ഭയങ്കര താരമായി അവതരിപ്പിച്ചത്, ഹീറോ ആയി കണ്ടത്. മാത്രമല്ല, കഞ്ചാവ് കേസിൽ പിടികൂടി, പുലിനക കേസിൽ പിടികൂടി പുറത്തു വന്നതിന് ശേഷം ഇവനെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ CPM-ൻ്റെ തന്നെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ ഒരു സമ്മേളനത്തിൽ അതിഥിയായി വിളിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടത്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവരുടെ സ്കൂളിലോ കോളേജിലോ ആണ് അതിഥിയായിപ്പോയി. ഇവൻ എന്ത് യോഗ്യതയാണ് ഇതിനൊക്കെ ഉള്ളത് എന്നുള്ളതാണ്. കാരണം സ്വന്തം സമുദായത്തെ തന്നെ പറയിപ്പിക്കാനുണ്ടായ ഒരു വിഷജന്തു എന്ന് തന്നെ പറയണം. കാരണം ഓരോ ഇരകൾ വന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ തോന്നിപ്പോവും, എന്തിനാ ഇവർ നിന്ന് കൊടുത്തത്, ഇവർക്ക് അത്രയ്ക്ക് ബുദ്ധിയും വിവരം ഇല്ലേ, എന്തിനാ ഇവരത് ചെയ്തത്. പക്ഷെ നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ എല്ലാം അങ്ങ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ നിന്നു കൊടുക്കുന്ന ഒരു രീതിയാണ്. ഈ പല സ്ത്രീകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല അവിഹിത കഥകളിലും എത്രയൊക്കെ ഭർത്താവിൻ്റെ അവിഹിതം കണ്ടുപിടിച്ചാലും വിട്ടുപോകാത്ത എന്തെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒന്ന് പോകാൻ പറ്റുന്നില്ല, മറ്റേത് ഇനി പോയിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ ജീവിതേ പോയി, അപ്പോൾ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, ഒറ്റയ്ക്ക് ജീവിക്കാന്നൊക്കെ നമ്മൾ ഈ റീൽസിൽ കാണുന്നതിനപ്പുറം ഒന്നും ഒരു പരിധിവരെ ചില സ്ത്രീകൾക്ക് അത് കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ യുവ ഡോക്ടർ പറയുന്നത് അവരെ ശാരീരികമായി ഒരുപാട് ഉപദ്രവിച്ചു. അവരൊരു കിസ് കൊടുക്കാൻ കൺസെൻറ്റ് കൊടുത്തിരുന്നു. അത് മറ്റ് പല രീതിയിലും ഇയാൾ ആ കൺസെൻറ്റിനെ കിസ്സിന് മാത്രമല്ല മറ്റ് ശാരീരികമായ ഉപയോഗത്തിനും കൂടെ ഇയാൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്, ശാരീരിക സുഖത്തിനും കൂടെ ഇയാൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. അതായത് ഇര പറയുന്നത് ഈ സെക്സ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ഇര അതിനെ ഇപ്പോൾ വേണ്ട പിന്നീട് മതിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയുകയാണ്, നിന്റെ ശരീരം വെളിച്ചത്ത് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നീ എന്നോട് സെക്സ് ചെയ്യാൻ വരാത്തത്. അതുകൊണ്ട് നിനക്ക് അത്തരത്തിൽ ശരീരം കാണിക്കാൻ പറ്റുന്ന സമയമാകുമ്പോൾ നീ പറഞ്ഞാൽ മതി. സ്വാഭാവികമായിട്ട് നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യണം. നമ്മുടെ ശരീരം പുറത്ത് കാണിക്കാൻ കൊള്ളില്ലേ, മറ്റൊരാൾക്ക് അങ്ങനെ തോന്നി എന്നൊക്കെ ഉള്ളൊരു ചിന്ത സാധാരണ ഉള്ള ഒരു ബോൾഡായിട്ടുള്ള പെൺകുട്ടികളാണെങ്കിൽ പറയും, പോടാ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്ന് പറയും. പക്ഷെ ഈ കുട്ടി അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ അത്ര ഇയാളോട് ഒരു ആത്മാർത്ഥ സ്നേഹം ഉണ്ടായിക്കാണ്. അതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കും ഇയാൾ പറഞ്ഞത്. നിർബന്ധിച്ചാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. സിന്തറ്റിക് ഡ്രഗ്സ് അടക്കം ഉപയോഗിക്കാറുണ്ടായിരുന്നു വേടൻ. ഡ്രഗ്സ് ഉപയോഗിച്ച ശേഷമായിരുന്നു പീഡനം. പീഡനം എന്ന് പറയുന്നത് ഇവരുടെ ശരീരം പങ്കിടാനുള്ള അനുവാദം ഇവർ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം നിർബന്ധിച്ചാണ് ഇവരെ ഈ സിന്തറ്റിക് ഡ്രഗൊക്കെ ഉപയോഗിച്ച് നിർബന്ധിച്ചാണ് ഇവരെ ശാരീരികമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം വിവാഹം കഴിക്കും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഇവർ അതിലൊക്കെ നിന്നത് എന്നാണ് പറയുന്നത്. കോഴിക്കോട് വെച്ച് ഒരു ദിവസം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ അവസാനം ബ്ലീഡിങ് വരെ ഉണ്ടായി. രക്തമല്ലേ, അത് കുഴപ്പമില്ല എന്നായിരുന്നു മറുപടി. തൃശ്ശൂരിലെ മിക്ക കാടുകളിലും പോയി വേട്ടയാടൽ നടത്തുമായിരുന്നു എന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പലപ്പോഴും തന്നോട് പറഞ്ഞിരുന്നു. എൻ്റെ കാർഡ് എടുത്ത് ഷോപ്പിംഗ് ചെയ്യും, ഫോണ്, ഫാന്, കൂളർ എല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്നും അതിജീവിതം വെളിപ്പെടുത്തി. അതായത് പക്ക ഒരു കോഴി, ഒരു പെണ്ണിനെ ഉപയോഗിച്ച് അതിൻ്റെ സാമ്പത്തികമായുള്ള എല്ലാ കാര്യവും നടത്തി അതിൻ്റെ ശരീരം ഉപയോഗിച്ചിട്ട് അവസാനം അതിനെ പുല്ല് പോലെ വലിച്ചെറിയുന്ന ഒരു രീതിയുണ്ടല്ലോ. ഈ എല്ലാം പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ മാന്യതയുടെ മുഖംമൂടി ചമയുന്ന ചില ചെറ്റകളുണ്ടല്ലോ, ചില നാറികൾ. കഴപ്പ് കഴിഞ്ഞു കഴിയുമ്പോൾ അവനൊക്കെ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരവസ്ഥ, ഒരു മാന്യതയുടെ മുഖം മുടി ചൂടുന്ന കുറേ അലവലാദികളുണ്ട്. അതിൽപ്പെട്ടവനാണ് ഇവനും എന്ന് പറയുന്നത്. ഒരു പെണ്ണിനെ ഒരു
കല്യാണം കഴിഞ്ഞ സ്ത്രീയെ പോലും അവൾക്ക് താല്പര്യമില്ലെങ്കിൽ ഭർത്താവിന് ശരീരത്തിൽ തൊടാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം തന്നെ നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെ നിലനിൽക്കുന്ന ഒരു സമയമാണിപ്പോ, അല്ലെ? കല്യാണം കഴിഞ്ഞാൽ പോലും ഭർത്താവിന് സമ്മതം മാത്രം പോരാ, ഭാര്യയുടെയും കൂടെ പൂർണ്ണ സമ്മതത്തോടെ അവളുടെ ശരീരത്തിൽ തൊടാൻ പറ്റൂ. അങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്ന രാജ്യത്താണ് ഒരു പെണ്ണിനെ അതിക്രൂരമായി അവളുടെ ശരീരം ഉപയോഗിക്കുന്നു, അവളെ പീഡിപ്പിക്കുന്നു. അതിന് അങ്ങനെയുള്ള ഒരുത്തനെ സർക്കാർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു, സർക്കാരിൻ്റെ പരിപാടികളിൽ വിളിക്കുന്നു, അവനെ ഹീറോ ആക്കുന്നു, അവൻ്റെ കവിതകൾ സിലബസിൽ ചേർക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ നമ്മൾ കാണാത്ത എന്തൊക്കെയോ എനിക്കറിയില്ല. ഇപ്പോൾ ഒരു സാധാരണ ഒരാളാണ് ഈ BJP കുറ്റം പറയാത്ത, അല്ലെങ്കിൽ CPM കുറ്റം പറയാത്ത, അല്ലെങ്കിൽ നമ്മൾ ആരും അറിയപ്പെടാത്ത ഒരാളാണ് ഇപ്പോൾ ഇത് ചെയ്തതെങ്കിൽ മാധ്യമങ്ങളൊക്കെ, അതായത് ഒരു മനഃശാസ്ത്രമുണ്ട് തന്നെ. അതായത് ഏതെങ്കിലും ഒരു പ്രമാദമായൊരു വിഷയം വരുമ്പോൾ അതിൽ നിന്ന് ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തിരിക്കാനായിട്ട് ഒരു അവതാരം വേണ്ടി വരും. അത് കാലാകാലങ്ങളിൽ ഓരോ അവതാരങ്ങൾ പൊട്ടിമുളച്ചിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് മോൻസൺ മാവുങ്കലായിരുന്നു, ഇപ്പോൾ വേടനായി, നാളെ മറ്റാരെങ്കിലും ആകും. അപ്പോൾ ആ ഒരു കാലം കഴിയുമ്പോൾ അവരെ അങ്ങ് ഉപയോഗിച്ചു തള്ളുകയാണ് പതിവ്. പക്ഷേ ഈ വേടൻ്റെ കാര്യത്തിൽ പാർട്ടിക്കും സർക്കാരിനും ഒരു തെറ്റുപറ്റി. വേടനെ അങ്ങ് സ്പോൺസർ ചെയ്തു. വേടനെ പല രീതികളിൽ ഇവരുടെ ഒരു വക്താവ്, ഇവരുടെ ഒരു മുഖം എന്ന രീതിയിൽ അവതരിപ്പിച്ചു. ഈ പറയുന്ന പോലെ പുതിയ കാലത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവാണ് എന്നവരെ ചിത്രീകരിച്ചു. സർക്കാരിന് പറ്റിയത് റാപ്പർ വേടൻ, ഒരു റേപ്പർ വേടനാണെന്ന് അവർ തിരിച്ചറിയാൻ വൈകി. അല്ല, അത് സൂക്ഷ്മമായ പരിശോധന ചെയ്യാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനും അവരുടെ പോലീസിനും അതിലുപരി അവരുടെ പാർട്ടിക്കും ഉള്ളതാണ്. ഇയാൾ ആരാണ് എന്താണെന്ന് കൃത്യമായി പരിശോധിച്ചിട്ട് വേണമായിരുന്നു ഇയാളെ ഈ വിധത്തിൽ പൊതുമധ്യത്തിൽ അവതരിപ്പിക്കാൻ. പക്ഷേ ഇയാൾക്ക് ഇല്ലാത്തൊരു വലിയൊരു മാനം കൽപ്പിച്ച് വലിയൊരു എന്താ പറയുക, പുതിയൊരു വ്യക്തിത്വവും ഇയാൾ പെട്ടെന്ന് വേടനെന്ന് പറയുന്ന ആളെക്കുറിച്ച് അറിയില്ലാത്തവർ പോലും സർക്കാർ പ്രൊമോട്ട് ചെയ്തതോടുകൂടി വേടൻ ആരാണെന്ന് അന്വേഷിക്കാൻ വരെ തുടങ്ങി. പക്ഷേ യഥാർത്ഥത്തിൽ വേടൻ എന്താണെന്നുള്ളത് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുമ്പോൾ നേരത്തെ സപ്പോർട്ട് ചെയ്തവർക്കൊന്നും ഒരു മിണ്ടാട്ടവും ഇല്ല. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ മിക്ക കേസുകളും ഇങ്ങനെ തന്നെയാണ്. ഈ പിന്നെ എന്താ പറയുക, പെണ്ണിൻ്റെ സമ്മതമില്ലാതെ പീഡിപ്പിക്കും, എന്നിട്ട് പിന്നെ എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ ഈ സമ്മതത്തോടു കൂടി പീഡിപ്പിച്ചതിന് ശേഷം പിന്നീട് പിന്നെ എന്താ പറയുക, ഈ പീഡന പരാതിയുമായി വരുന്നവരുണ്ട്. അവരോടൊക്കെ നമുക്ക് പുച്ഛമാണ് തോന്നുന്നത്. കാരണം ആ സമയത്ത് എൻജോയ് ചെയ്തിട്ട് അയാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അയാൾ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അപ്പോൾ പീഡിപ്പിച്ച സമയത്ത് എന്താ ഇത് പീഡനമൊന്നും തോന്നിയില്ലേ, തമാശയ്ക്ക് പറയുമ്പോൾ ഒരു 6-7 പീഡനം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പീഡനമാണെന്ന്. അതുവരെ ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നത് പോലെ ഈ നമ്മുടെ ഒരു പ്രൊഡ്യൂസറുടെ ഒരു സംവിധായകന്റെ ഒക്കെ പേരിൽ ഒരു കേസ് അടക്കം ഉണ്ടായിരുന്നു. അത് ഈ എന്താ പറയുക, പർപ്പസ്ഫുള്ളി അദ്ദേഹത്തെ തകർക്കാനും അദ്ദേഹത്തിന്റെ സിനിമ രംഗത്തെയൊക്കെ തകർക്കാനും വേണ്ടി ഇറങ്ങി തിരിച്ച കുറെ ആളുകൾ ചേർന്ന് നടത്തിയ ഒരു മാനിപ്പുലേറ്റർ. കാരണം അവർ തമ്മിലുള്ള ബന്ധം, രണ്ടുപേരും തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം നടത്തിയ സെക്സ്, അതിനെ പിന്നീട് അയാളുമായി തെറ്റിയപ്പോൾ അയാൾ അടുത്ത സിനിമയിൽ ചാൻസ് കൊടുക്കാതിരുന്നപ്പോൾ അയാൾക്കെതിരെ അതെടുത്ത് ഉപയോഗിക്കുക. ഇതൊക്കെ ഭയങ്കര നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അത് അപ്പം കഴിഞ്ഞു അപ്പം പോയി, പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ഇതങ്ങനെയല്ല. ഇത് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയാണ്. കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ നിയമത്തിൽ അങ്ങനത്തെ സാധ്യതകളില്ല. കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി, അയാളും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു കേസ് വരുമ്പോൾ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് നിരന്തരം അതിനെ ശാരീരികമായി പീഡിപ്പിക്കുന്നു. പീഡനത്തിനിടയിൽ ബ്ലഡ് വരുമ്പോൾ പോലും കൂസലില്ലാതെയാണ് പറയുന്നത്. അപ്പോൾ ആ ബ്ലഡൊക്കെ വരുമ്പോൾ ആ പീഡനത്തിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് നമ്മൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും മൃഗീയമായി പീഡിപ്പിച്ചിട്ട് ആ പെൺകുട്ടിയോട് പറയുകയാണ് കല്യാണം കഴിക്കാം, വിവാഹം ഇനി വരും നമുക്ക് ദിവസങ്ങളിൽ വിവാഹം കഴിക്കാം, അതിന് ഈ വിവാഹത്തിന്റെ പേര് പറഞ്ഞ് സെക്സ് ചെയ്യുക, ഇതായിരുന്നു ഇയാളുടെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കാം, മാക്സിമം ഊറ്റിയെടുത്തിട്ട് ഉപേക്ഷിക്കാം. പക്ഷെ പിടി വീഴുമെന്ന് ഇയാൾ വിചാരിച്ചില്ല. അതാണിപ്പോൾ പണി കിട്ടിയത്.